2025 2026 PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻസ് വന്നിരിക്കുന്ന കാണാൻ പറ്റും. യെസ്, ബ്രിഡ്ജസ് ആൻഡ് ടണൽസ്. അതിപ്പോൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് ആയിക്കോട്ടെ, ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ, കഴിഞ്ഞ VFA ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. പക്ഷേ ഒരുപാട് പേരൊന്നും അറ്റൻഡ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കൊന്ന് പഠിച്ചാലും വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമിനും വരാൻ പോകുന്ന 10th ലെവൽ എക്സാമിനും കമ്പനി ബോർഡ്, LGS, ബിവറേജ്, LD പോലെയുള്ള പരീക്ഷകൾക്കെല്ലാം തന്നെ, VFA പോലെയുള്ള പരീക്ഷകൾക്കെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. ഒരു 17 മിനിറ്റ് മാറ്റി വെക്കാൻ റെഡിയാണെങ്കിൽ കൂടെ കൂടിക്കോ. നോട്ട്സ് എഴുതേണ്ട ആവശ്യമില്ല. സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനലിൽ ഫ്രീ നോട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ നോട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേക്കുക. തുടങ്ങാം. നമുക്ക് റോഡ് ടണലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റോഡ് ടണലിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ആദ്യം നോക്കേണ്ടത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. സോ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി റോഡ് ടണൽ. എന്താ ശ്യാമപ്രസാദ് മുഖർജി റോഡ് ടണലിന്റെ പ്രത്യേകത? ശ്യാമപ്രസാദ് മുഖർജി റോഡ് ടണലിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ്. ഒരിക്കൽ കൂടെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ് ശ്യാമപ്രസാദ് മുഖർജി. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. ദെൻ ആരെയൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലെ ചെന്നൈ മുതൽ നാഷി വരെ. ജമ്മു കാശ്മീരിലെ ചെന്നൈ മുതൽ നാഷി വരെയാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പഴയ പേരാണ് ചെന്നൈ നാഷ്രി റോഡ് ടണൽ. ഓക്കെ, ഒരിക്കൽ കൂടെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി റോഡ് ടണൽ. ജമ്മു കാശ്മീരിലെ ചെന്നൈ മുതൽ നാഷി വരെ കണക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ പഴയ പേരാണ് ചെന്നൈ നാഷി റോഡ് ടണൽ. ഇതിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 9.28 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 9.28 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലും ഇത് തന്നെയാണ്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലും. പഴയ ആൻസർ ഒക്കെ നോക്കുകയാണെങ്കിൽ അടൽ ടണലാണ്. പക്ഷെ കറക്റ്റ് ആൻസർ ഏതാണ്? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ. ഓക്കെ, ഇനി അത് കഴിഞ്ഞ രണ്ടാമത് അടൽ ടണലാണ്. ഈ അടൽ ടണലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അടൽ ടണലിന്റെ പ്രത്യേകത? ഈ അടൽ ടണൽ കണക്ട് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ലാഹുൽ ആൻഡ് സ്പിതി വാലി. ഹിമാചൽ പ്രദേശിലെ ലാഹുൽ ആൻഡ് സ്പിതി വാലിയെയും മണാലിയെയും തമ്മിലാണ് ആര് കണക്ട് ചെയ്യുന്നത്? അടൽ ടണൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റോഡ് ടണൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റോഡ് ടണലാണ് അടൽ ടണൽ. നീളം നോക്കിയേ, നീളം 9.02 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. സോ ശ്യാമപ്രസാദ് മുഖർജി നോക്കുകയാണെങ്കിൽ 9 കിലോമീറ്ററും 280 മീറ്ററുമാണ്. പക്ഷെ ഇവിടെ 9 കിലോമീറ്ററും 20 മീറ്ററുമാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റോഡ് ടണൽ. മറ്റൊരു പ്രത്യേകതയുണ്ട്. 10,000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന, 10,000 ഫീറ്റിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലും ഇത് തന്നെയാണ്, അടൽ ടണലാണ്. ഒരിക്കൽ കൂടെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ ശ്യാമപ്രസാദ് മുഖർജി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ ശ്യാമപ്രസാദ് മുഖർജി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റോഡ് ടണൽ, 10,000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ അടൽ ടണലാണ്. ഇത് ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് പാസിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇതിനെ എന്തെന്നും അറിയപ്പെടുന്നു? റോഹ്താങ് ടണൽ എന്നും അറിയപ്പെടുന്നു. പീർപഞ്ചൽ റേഞ്ചിനെ മുറിച്ച് ഈ ടണല് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റോഹ്താങ് ടണൽ എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ അല്ലേ? 2 ക്വസ്റ്റ്യൻസ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റോഡ് ടണൽ, 10,000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ അടൽ ടണലാണ്. അതിനുശേഷം നേരെ നമുക്ക് എങ്ങോട്ട് പോവാം? റെയിൽവേ ടണൽസിലേക്ക് പോവാം. അപ്പൊ റോഡ് ടണൽ ഇത് രണ്ടുമാണ് ഇമ്പോർട്ടന്റ്, ശ്യാമപ്രസാദ് മുഖർജിയും അടലും. അടുത്ത റെയിൽവേ ടണലിലേക്ക് പോകുമ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ നെറ്റിൽ സർഫ് ചെയ്ത് നോക്കിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണൽ ഏതാണ്? അപ്പൊ അതിനകത്ത് മെജോറിറ്റി ആൻസറും കാണിക്കുന്നത് ജനസു ടണൽ എന്ന് അവിടെ ഫസ്റ്റ് കയറി വരും. പക്ഷെ ജനസു അല്ല ആൻസർ. അതായത് ജനസു അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, കമ്മീഷൻ ചെയ്തിട്ടില്ല. അത് ഈ വർഷം അവസാനം 2026 അവസാനമോ 2027 ആദ്യമോ ഒക്കെ കമ്മീഷൻ ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ജനസു ടണൽ ഭാവിയിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണലാണ് ജനസു ടണൽ. ഇത് കണക്ട് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ജനസ് മുതൽ ദേവപ്രയാഗ് വരെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? ഉത്തരാഖണ്ഡിലെ ജനസ് മുതൽ ദേവപ്രയാഗ് വരെ കണക്ട് ചെയ്യുന്നു. നീളം 14.57 കിലോമീറ്റർ ആണ്. സോ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണൽ ഏതാണ്? ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണലാണ് ടണൽ 50 അല്ലെങ്കിൽ T50 എന്നൊക്കെ നമുക്ക് പറയാം. ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് സ്റ്റേറ്റിലാണ്? ജമ്മു കാശ്മീരിലാണ്. ടണൽ 50 ആണ്. നീളം 12.775 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 12.775 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണലാണ് ടണൽ 50. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ ടണൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ ടണലാണ് പീർപഞ്ചൽ. ഈ പീർപഞ്ചൽ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് പീർപഞ്ചൽ
പഞ്ചാൽ സ്ഥിതി ചെയ്യുന്നത്. നീളം 11.215 കിലോമീറ്റർ ആണ്. 11.215 കിലോമീറ്റർ ആണ് പീർ പഞ്ചാലിന്റെ ലെങ്ത് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ ടണലാണ് പീർ പഞ്ചാൽ. അപ്പൊ ഈ പീർ പഞ്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഹിമാചലൊക്കെ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഹിമാലയാസിന് 3 റേഞ്ചസ് ഉണ്ട്. ഹിമാലയാസ് ക്ലാസ്സിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹിമാലയാസിന് 3 റേഞ്ചസ് ഉണ്ട്. ഒന്ന് ഹിമാദ്രി, രണ്ടാമത്തേത് ഹിമാചൽ, മൂന്നാമത്തേത് ശിവാലിക്കാണ്. മൂന്നാമത്തെ ആരാ? ശിവാലിക്കാണ്. ഇതിൽ ഹിമാചൽ നോക്കുകയാണെങ്കിൽ ഹിമാചൽ ഒരു സിംഗിൾ റേഞ്ച് അല്ല, ഒരു കണ്ടിന്യൂസ് റേഞ്ച് അല്ല. 5 പ്രധാനപ്പെട്ട റേഞ്ചസിനെ ചേർത്താണ് നമ്മൾ ഹിമാചൽ എന്ന് പറയുന്നത്. ഒന്ന് പീർ പഞ്ചൽ, രണ്ടാമത്തേത് ധോലാദർ, മൂന്നാമത്തേത് മുസൂരി, നാലാമത്തേത് നാട്യുബ, അഞ്ചാമത്തേത് മഹാഭാരത്. അങ്ങനെ ഈ 5 നിരകളെ ചേർത്താണ് നമ്മൾ ഹിമാചൽ എന്ന് പറയുന്നത്. അതിൽ ഹിമാചലിലെ ഏറ്റവും വലിയ റേഞ്ചാണ് പീർ പഞ്ചൽ. ആ പീർ പഞ്ചൽ റേഞ്ചിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ റെയിൽവേ ടണലിന് പീർ പഞ്ചൽ എന്ന പേര് കിട്ടാനായിട്ട് കാരണം. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ ടണലാണ് പീർ പഞ്ചൽ. ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. നീളം 11.215 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് റോഡ് ടണൽ കിട്ടിയായിരുന്നു, റെയിൽവേ ടണലും കിട്ടിയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 10th പ്രിലിംസിന്റെ ഒക്കെ ക്വസ്റ്റൻ ആയിരുന്നു പീർ പഞ്ചൽ. ഓക്കെ, നേരെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത പ്രധാനപ്പെട്ട ബ്രിഡ്ജസിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാലങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ, അവിടെ ഫസ്റ്റ് പറയാനുള്ളത് അടൽ സേതു. ഈ അടൽ സേതുവിന്റെ പ്രത്യേകത ശ്രദ്ധിച്ച് കേട്ടോളാം. അടൽ സേതുവിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എന്ന് ചോദിച്ചാലോ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാന്ന് ചോദിച്ചാലോ ആൻസർ ഏതാണ്? അത് അടൽ സേതു ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം അടൽ സേതു ആണ്. എവിടെ സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് ഈ അടൽ സേതു എന്ന് പറയുന്നത്. നീളം 21.8 കിലോമീറ്റർ ആണ് ലെങ്ത്. ഓർത്തിരിക്കുക, ഇതൊരു സീ ബ്രിഡ്ജ് ആണ്, കടൽപ്പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം എല്ലാം ആരാണത്? അടൽ സേതു ആണ്. മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ ഭാഗമാണ്. അടുത്ത രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പാമ്പൻ പാലം. അപ്പൊ പാമ്പൻ പാലം നിങ്ങൾ സിമെന്റിന്റെ, എനിക്കൊന്ന് ഡാൽമിയ സിമെന്റ് ആണെന്ന് തോന്നുന്നല്ലേ പാമ്പൻ പാലത്തിന്റെ കരുത്തോടെ, അങ്ങനെ പണ്ട് പരസ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പാമ്പൻ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം, ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമാണ് പാമ്പൻ പാലം. എവിടെ സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഈ പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ പാമ്പൻ പാലം ഈ അടുത്തൊന്ന് റിനോവേറ്റ് ചെയ്തു, വീണ്ടും ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ അതില് എന്താ സംഭവിച്ചത്? ഇങ്ങനെ 2 പില്ലേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ പാമ്പൻ പാലം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ 2 പില്ലേഴ്സ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ബ്രിഡ്ജ് നോക്കുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യും? മേലോട്ടും താഴോട്ടും പൊങ്ങയും താഴേക്ക് ചെയ്യും. കപ്പലൊക്കെ വരുമ്പോൾ മേലോട്ടൊക്കെ പൊങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ഏതാന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? പാമ്പൻ പാലമാണ്. ഇന്ത്യയിൽ ആദ്യ കടൽപ്പാലം, ഇന്ത്യയിൽ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജും ഏത് തന്നെയാണ്? പാമ്പൻ പാലമാണ്. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. നീളം 2.07 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ താവരെയാണ്. ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? അപ്പൊ അവിടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓപ്ഷനകത്ത് എങ്ങനെ വേണോ ഓപ്ഷൻ വരാം. അപ്പോ ഫസ്റ്റ് ആൻസർ വരുന്നത് കച്ചി ദർഗ ബിദുപൂർ ബ്രിഡ്ജാണ്. കച്ചി ദർഗ ബിദുപൂർ ബ്രിഡ്ജാണ്. ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീളം 9.76 കിലോമീറ്റർ ആണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഫേസ് മാത്രമേ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ഫസ്റ്റ് ഫേസ് മാത്രമേ ഇതിനു മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഫൈനൽ കമ്മീഷനിങ് നടന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ബീഹാറിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറാണ് ഇതിന്റെ ഫസ്റ്റ് ഫേസ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു പൂർണ്ണമായിട്ട് കമ്മീഷൻ ചെയ്തത് നമുക്ക് ഇന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാത്രം നേരെ ഞാൻ ആൻസർ എങ്ങോട്ട് പോവുകയാണ്? സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാ? അത് ഭൂപൻ ഹസാരികയാണ്. ഭൂപൻ ഹസാരിക. ഇന്നത്തെ ആൻസർ ഏതാണത്? ഭൂപൻ ഹസാരികയാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കച്ചി ദർഗ ഓപ്ഷനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്തോ. കച്ചി ദർഗ ഓപ്ഷനകത്തുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്തോ. ഇത് ഏത് നദിക്ക് കുറുകെയാണ്? ഗംഗയ്ക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എവിടാ സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത് കമ്മീഷൻ ചെയ്യാത്തതുകൊണ്ട് മാത്രം ഞാൻ ഭൂപൻ ഹസാരിക എടുത്തേക്കുന്നത്. സോ ഞാൻ ഇന്നത്തെ ആൻസർ വെച്ച് പറഞ്ഞു പോകുന്നു. ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് പാലമാണ്. ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് പാലമാണ് ഭൂപൻ ഹസാരിക. ഈ ഭൂപൻ ഹസാരിക എവിടാ സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിക്ക് കുറുകെയാണ്? ലോഹിത്തിന് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂപൻ ഹസാരിക ആസാമിലാണ്, ലോഹിത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ലോഹിത്. അത് ആരെയൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആസാമിലെ ദോല മുതൽ സാദിയ വരെ.
ആസാമിലെ ധോല മുതൽ സാദിയ വരെയാണ് ബന്ധിപ്പിക്കുന്നത്. ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. നീളം 9150 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ആസാമിന്റെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ഭൂപൻ ഹസാരികയാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ പാലത്തിന് അങ്ങനെ ഒരു പേര് ഇട്ടേക്കുന്നത്. നീളം 9150 മീറ്റർ. ഇനി അടുത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം. ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമാണ് ദിബാങ് റിവർ ബ്രിഡ്ജ്. ഈ ദിബാങ് റിവർ ബ്രിഡ്ജ് അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദിബാങ് ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ്. ദിബാങ് ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ്. ചില ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട് ദിബാങ് ആസാമിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് ദിബാങ്. തെറ്റാണ്. ആസാമിൽ ബ്രഹ്മപുത്ര എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിലാണ് ബ്രഹ്മപുത്ര സിയാങ് എന്നും ദിഹാങ് എന്നൊക്കെ അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ പോയിന്റ് ഇതാണ്, ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ദിബാങ്ങിന് കുറുകെ അരുണാചൽ പ്രദേശിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ദിബാങ് റോഡ് ബ്രിഡ്ജ്. 6200 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമാണ് ദിബാങ് റോഡ് ബ്രിഡ്ജ്. മൂന്നാമത്തേത് മഹാത്മാഗാന്ധി സേതുവാണ്. ഗംഗയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം, ഞാനിപ്പോ കച്ചി ദർഗ കമ്മീഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഗംഗയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ റോഡ് പാലമാണ് മഹാത്മാഗാന്ധി സേതു. ഓപ്ഷനകത്ത് കച്ചി ദർഗ ഉണ്ടെങ്കിൽ അതേ എടുക്കാവും. സോ ഇന്നത്തെ സാഹചര്യം വെച്ച് ഗംഗയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് മഹാത്മാഗാന്ധി സേതു. ബീഹാറിലെ പാറ്റ്ന മുതൽ ഹാജിപ്പൂർ വരെ കണക്ട് ചെയ്യുന്നു. ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? ബീഹാറിലെ പാറ്റ്ന മുതൽ ഹാജിപ്പൂർ വരെ കണക്ട് ചെയ്യുന്നു. നീളം 5750 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. നെക്സ്റ്റ് ബോഗിബീലാണ്. ബോഗിബീലിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് കം റെയിൽ ബ്രിഡ്ജ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് കം റെയിൽ ബ്രിഡ്ജ് ആണ് ബോഗിബീൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് കം റെയിൽ ബ്രിഡ്ജ് ആണ് ബോഗിബീൽ. എന്ന് വെച്ചാൽ മേളില് റോഡാണ്, താഴെ ട്രെയിൻ അങ്ങ് പോകും. ഇങ്ങനെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റോഡ് കം റെയിൽ ബ്രിഡ്ജ് ആണ് ബോഗിബീൽ. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീളം എത്രയാ? 4940 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 4.94 കിലോമീറ്റർ ആണ് ബോഗിബീലിന്റെ ലെങ്ത് വരുന്നത്. ക്ലിയർ ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കുതിരാൻ ടണലാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ടണലായ കുതിരാൻ. ഈ കുതിരാൻ റോഡ് ടണൽ NH 544 ഏത് നാഷണൽ ഹൈവേയിലാണ്? NH 544 കുതിരാൻ വരുന്നത്. ഇതിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 1.6 കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. പാലക്കാടിനെയും തൃശ്ശൂരിനെയും തമ്മിലാണ് കുതിരാൻ ടണൽ കണക്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ടണലാണ്, ഏറ്റവും വലിയ റോഡ് ടണലാണ്. നീളം 1.6 കിലോമീറ്റർ. പാലക്കാടിനെയും തൃശ്ശൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഏത് നാഷണൽ ഹൈവേ ആണ് കടന്നു പോകുന്നത്? NH 544 ആണ് കടന്നു പോകുന്നത്. ഓക്കെ, അതിനുശേഷം നേരെ നമുക്ക് ചിനാബ് റെയിൽ ബ്രിഡ്ജ് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ അടുത്തൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ കേട്ടാണ് ചിനാബ് റെയിൽ ബ്രിഡ്ജ്. എന്താ ചിനാബ് റെയിൽ ബ്രിഡ്ജിന്റെ പ്രത്യേകത? ചിനാബ് റെയിൽ ബ്രിഡ്ജിന്റെ പ്രത്യേകത ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ആണ് ചിനാബ് റെയിൽ ബ്രിഡ്ജ്. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽ ആർച്ച് ബ്രിഡ്ജ് ആണ് ചിനാബ് ആർച്ച് ബ്രിഡ്ജ്. ഇത് ഏത് നദിക്ക് കുറുകെയാണ്? ചിനാബിന് കുറുകെയാണ്. ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. റിവർ ബെഡിൽ നിന്ന് ഏത് നദിയാണ് ചിനാബിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. ചിനാബിന്റെ റിവർ ബെഡിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലാണ്. 359 മീറ്റർ ഉയരത്തിലാണ് ചിനാബ് റെയിൽ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽ ആർച്ച് ബ്രിഡ്ജാണ്. ഇതൊരു ആർച്ച് ബ്രിഡ്ജാണ് കേട്ടോ. നിങ്ങൾക്ക് ഇമേജ് കണ്ടാൽ മനസ്സിലാവും ഇത് എന്ത് ബ്രിഡ്ജാണ്. ഒരു ആർച്ച് ബ്രിഡ്ജാണ് ചിനാബ് റെയിൽ ആർച്ച് ബ്രിഡ്ജ്. നീളം നോക്കുകയാണെങ്കിൽ 1315 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ആർച്ച് ബ്രിഡ്ജാണ് ചിനാബ് റെയിൽ ആർച്ച് ബ്രിഡ്ജ്. ഇനി മറ്റൊരു പാലമുണ്ട്, അഞ്ചി നദിക്ക് കുറുകെ. അഞ്ചി എന്ന് പറയുന്നത് ചിനാബിന്റെ പോഷക നദിയാണ് അഞ്ചി. ഓർത്തിരിക്കുക, ചിനാബിന്റെ പോഷക നദിയാണ് അഞ്ചി. നല്ല 2 ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ആരാണ്? സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ആരാത്? ചിനാബാണ്. എന്നാൽ സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ആരാണ്? സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ആരാന്ന് ചോദിച്ചാൽ അത് സത്ലജാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി, ഏറ്റവും അധികം ജലം വഹിക്കുന്ന പോഷക നദി ചിനാബും ഏറ്റവും നീളം കൂടിയ പോഷക നദി ആരാണത്? സത്ലജാണ്. അത് തെറ്റാതിരിക്കാനായിട്ട് ഞാനൊരു കോഡും പറഞ്ഞുതരാം. കോഡല്ല, ഒരു സന്ദർഭം പറഞ്ഞുതരാം. ലോകത്തെ ഏറ്റവും വലിയ നദി ആമസോൺ ആണ്. എന്നാൽ ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി ആരാണ്? നൈലാണ്. അതേപോലെ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബും ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ്. ഇനി 5 നദികളിൽ ഏറ്റവും ചെറുത് ആരാത്? ബിയാസ് ആണ്. ഓക്കെ, ബിയാസ് വിട്ടേക്ക്, തിരിച്ചു വരാം. അപ്പൊ ഈ അഞ്ചി നദി ചിനാബിന്റെ പോഷക നദിയാണ്. ഈ അഞ്ചി നദിക്ക് കുറുകെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്, അഞ്ചിഖണ്ഡ് റെയിൽ ബ്രിഡ്ജ്. ഈ അഞ്ചിഖണ്ഡ് റെയിൽ ബ്രിഡ്ജിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ ബ്രിഡ്ജ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ ബ്രിഡ്ജ് ആണ്
അഞ്ചി ഖണ്ഡ് റെയിൽ ബ്രിഡ്ജ് ഏത് നദിക്ക് കുറുകയാണ്? അഞ്ചി നദിക്ക് കുറുകയാണ്. ചിനാബിന്റെ പോഷക നദിയാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇത് ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത 2 പാലങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് മൈത്രി സേതുവാണ്. സോ മൈത്രി സേതുവിന്റെ പ്രത്യേകത, ഫസ്റ്റ് പ്രത്യേകത പഠിച്ചു വെച്ചോ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന, നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന പാലമാണ് മൈത്രി ബ്രിഡ്ജ്. ഈ മൈത്രി ബ്രിഡ്ജ് ഏത് നദിക്ക് കുറുകയാണ്? ഫെനി നദിക്ക് കുറുകയാണ് മൈത്രി ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഫെനി നദി. ഇത് ആരെയൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? ത്രിപുരയെയും ബംഗ്ലാദേശിനെയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. ത്രിപുരയിലെ സബ്രൂമിനെയും ബംഗ്ലാദേശിലെ രാംഗഡിനെയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. ത്രിപുരയിലെ സബ്രൂമും ബംഗ്ലാദേശിലെ രാംഗഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ പോർട്ട് ഏതാണ്? അത് കൊൽക്കത്ത പോർട്ടാണ് അല്ലെ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ പോർട്ട് കൊൽക്കത്ത പോർട്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഞാനിപ്പോൾ ത്രിപുര എടുക്കുകയാണ്, അല്ലെങ്കിൽ മിസോറാം എടുക്കുകയാണ്. ത്രിപുരയിൽ നിന്നോ മിസോറാമിൽ നിന്നോ ഒരു സാധനം പോർട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഇത്രയും ദൂരം ഓടി എങ്ങോട്ട് കൊണ്ടുവരണം? വെസ്റ്റ് ബംഗാളിലേക്ക് കൊണ്ടുവരണം. അത് എക്കണോമിക്കലി ഒരുപാട് ചിലവാണ്. പക്ഷേ ആ ത്രിപുരയുടെ തൊട്ടടുത്ത് കിലോമീറ്ററുകൾക്കപ്പുറം ഏത് പോർട്ട് കിടപ്പുണ്ട്? ബംഗ്ലാദേശിന്റെ ചിറ്റഗോങ് പോർട്ട് കിടപ്പുണ്ട്. ആ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് പോർട്ടിലേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ത്രിപുരയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ പോർട്ടിലേക്കുള്ള കണക്ടിവിറ്റിക്കാണ് മൈത്രി സേതു നിർമ്മിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പാലമാണ് മൈത്രി സേതു. നീളം 1.9 കിലോമീറ്റർ ആണ്. ഫെനി നദിക്ക് കുറുകയാണ്. ത്രിപുരയിലെ സബ്രൂമിനെയും ബംഗ്ലാദേശിലെ രാംഗഡിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ അമൻ സേതു. നെക്സ്റ്റ് അമൻ സേതു. ഇപ്പൊ കഴിഞ്ഞ VFA ഒക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഈ അമൻ സേതു നമ്മുടെ ജമ്മു കാശ്മീരിലെ ഉറി സെക്ടറിനെ പാക് അധീന കാശ്മീരിലെ ചാക്കോത്തിയുമായിട്ടാണ് ഈ അമൻ സേതു കണക്ട് ചെയ്യുന്നത്. അമൻ സേതുവിന്റെ പ്രത്യേകത ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൗഹൃദ പാലം, ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ അമൻ സേതു ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പാലങ്ങളും അതേപോലെ തന്നെ ടണൽസും വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്, സെറ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഓർത്തു വെച്ചു. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് കമന്റിൽ തരാം. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടോറബിൾ പാസ് ഏതാണ്? ഇതാണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടോറബിൾ പാസ് ഏതാണ്? ആൻസർ അറിയാമെന്നുള്ളവർ താഴെ കമന്റ് ഇട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത്. ടോപ്പിക്കിന്റെ നോട്ട് സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനലുണ്ട്, ചാനൽ ഫോളോ ചെയ്തോ, എഴുതേണ്ട ആവശ്യം വരത്തില്ല. അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ സൂപ്പർ നോട്ട്സ് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ. ഒരിക്കലും നിങ്ങൾ ഒരു വിഷമം വരത്തില്ല. ഏറ്റവും നല്ല ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, ഏറ്റവും നല്ല നോട്ട്സ് കിട്ടും. ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ്സാക്കത്തില്ല, ഒരു ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മിസ്സാക്കത്തില്ല. അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. ബൈ.